1 ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല വൈദ്യുത ശക്തി. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് WCM-1 ക്ലാസ് ലോക്കോമോട്ടീവുകൾ. 1954-ൽ ബ്രിട്ടീഷ് കമ്പനികളായ വൾക്കൻ ഫൗണ്ടറി, ഇംഗ്ലീഷ് ഇലക്ട്രിക് എന്നിവ സംയുക്തമായാണ് ഇവ വികസിപ്പിച്ചത്. ഇന്ത്യയുടെ ആദ്യകാല വൈദ്യുതീകരണ പദ്ധതികൾക്ക് ശക്തി പകരാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഈ ലോക്കോമോട്ടീവുകൾ 1955-ൽ സേവനമാരംഭിച്ചു. ഈ ലോക്കോമോട്ടീവുകളുടെ പേര് അവയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. W- ബ്രോഡ് ഗേജ്, C- ഡയറക്ട് കറന്റ് ETC, M- മിക്സഡ് ട്രാഫിക്, പാസഞ്ചർ, ചരക്ക് ട്രെയിനുകൾക്ക് ഉപയോഗിക്കാം. ആദ്യ തലമുറ. ആകെ 7 WCM-1 ലോക്കോമോട്ടീവുകളാണ് ഇംഗ്ലണ്ടിൽ നിർമ്മിക്കപ്പെട്ടത്. സേവനവും വിരമിക്കലും. WCM-1 ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി 45 വർഷത്തിലധികം കാലം പാസഞ്ചർ, ചരക്ക് ട്രെയിനുകൾക്കായി സേവനം നൽകി. മുംബൈ പോലുള്ള നഗരങ്ങളിൽ 1.5 കിലോവോൾട്ട് DC ട്രാക്കുകളിൽ ഇവ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. കാലക്രമേണ സാങ്കേതിക വിദ്യ വികസിക്കുകയും റെയിൽവേയുടെ വൈദ്യുതീകരണം 25 കിലോവോൾട്ട് AC സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്തു. പുതിയതും കൂടുതൽ ആധുനികവുമായ 25 കിലോവോൾട്ട് AC ലോക്കോമോട്ടീവുകൾ രംഗപ്രവേശം ചെയ്തതോടെ WCM-1 പോലുള്ള പഴയ DC ലോക്കോമോട്ടീവുകൾക്ക് പ്രസക്തി കുറഞ്ഞു. കൂടാതെ കാലക്രമേണ ഈ ലോക്കോമോട്ടീവുകളിൽ ആവർത്തിച്ച് തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. ഇത് പരിപാലനം കൂടുതൽ ബുദ്ധിമുട്ടാക്കി. ഇതിനെ തുടർന്ന് 2000കളുടെ തുടക്കത്തിൽ എല്ലാ WCM-1 ലോക്കോമോട്ടീവുകളെയും സർവീസിൽ നിന്ന് പിൻവലിച്ചു. 7 ഒരു ലോക്കോമോട്ടീവ് മാത്രം ചരിത്രത്തിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടു. ബാക്കിയുള്ളവ ഉപേക്ഷിക്കുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ഈ ലോക്കോമോട്ടീവുകൾ.